ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർ സിംഗർ ആരാധകർ കാത്തിരുന്ന ആ ഒരു നിമിഷം ഇത് എത്താൻ പോവുകയാണ്. ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ആരൊക്കെയാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ടോപ്പ് 6 എത്താൻ പോകുന്ന 2 കണ്ടസ്റ്റന്റിന്റെ വോട്ടിംഗാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് മുന്നിൽ നിൽക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് വോട്ടിംഗ് തകർച്ച നേരിടുന്നതെന്നും അതോടൊപ്പം തന്നെ ടോപ്പ് 5 ഈ ഒരു സീസൺ 10 വിന്നറായിട്ട് മാറാൻ സാധ്യത ആരൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് സ്റ്റാർ സിംഗർ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സ്റ്റാർ സിംഗർ ആരാധകർ കാത്തിരുന്ന നിമിഷം അടുത്ത ആഴ്ചയാണ് വരാൻ പോകുന്നത്. ഈ വരുന്ന ഞായറാഴ്ചയാണ് സ്റ്റാർ സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലെ ലോഞ്ച്. ഗ്രാൻഡ് ഫിനാലേക്ക് മുന്നോടിയായിട്ട് ടോപ്പ് 5 കണ്ടസ്റ്റന്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോപ്പ് 6 കണ്ടസ്റ്റന്റിന് വേണ്ടിയുള്ള മത്സരമാണ് ഹോട്ട്സ്റ്റാറിൽ നടക്കുന്നത്. വിധിരാജും അവിടെ പിന്നെ സൂര്യനാരായണനുമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് വോട്ടിംഗിൽ കാണാൻ സാധിക്കുന്നത്. രണ്ടുപേരും വോട്ടിംഗിൽ വലിയ രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നേറുകയാണ്. എങ്കിലും ഒരു പടി മുന്നേറുന്നത് സൂര്യനാരായണനാണ്. വിധിരാജിനേക്കാൾ ഒരു പടി മുന്നിൽ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയം വിധുവും ഒട്ടും പുറകില്ല, നല്ല രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ശിവപ്രിയ സുരേഷാണ്, രണ്ടാമത് തീർത്ഥ സത്യനും, മൂന്നാമത് കൃഷ്ണശ്രീയും, അർജുൻ കേസി, വൈശാഖൻ അനിൽ തുടങ്ങിയവരൊക്കെയാണ് ടോപ്പ് 5 കണ്ടസ്റ്റന്റ്. എന്തൊക്കെയാണ് ഇനി അംഗം മുറുകുമ്പോൾ ആരായിരിക്കും സീസൺ 10 വിന്നറായിട്ട് മാറുന്നതെന്ന് നമുക്ക് വരും മണിക്കൂറിലൂടെ കണ്ടു തന്നെ അറിയാം. കാത്തിരിക്കാം വരും മണിക്കൂറിൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം സ്റ്റാർ സിംഗർ സീസൺ 10 വിന്നറായിട്ട് ആര് മാറണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.